നിങ്ങളിൽ പലരും വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഈ വായ്നാറ്റം മാറ്റാനായി നിങ്ങൾ പലതരത്തിലുള്ള ടിപ്സും ഈ സമയം കൊണ്ട് ട്രൈ ചെയ്തിട്ടുമുണ്ടാകും. പക്ഷെ അതിൻ്റെ കാരണം അറിയാതെ എന്തെങ്കിലും തരം ടിപ്സുകൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മണമുള്ള വസ്തുക്കൾ ചവച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മണമുള്ള സ്പ്രേകൾ വായിൽ അടിച്ചതുകൊണ്ടോ ഈ വായ്നാറ്റം മാറുകയില്ല. വായ്നാറ്റത്തിൻ്റെ കാരണം എന്ത് എന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സ ചെയ്താൽ മാത്രമേ വായ്നാറ്റം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. ഈ വായ്നാറ്റം ഉണ്ടാകാനായിട്ട് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് പല്ല് അല്ലെങ്കിൽ വായ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ. അത് ചിലപ്പോൾ പല്ല് കേടായതാകാം, മോണയ്ക്ക് കേടുവരുന്നതാകാം, അല്ലെങ്കിൽ വായുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഇൻഫെക്ഷനുകളാകാം. ഇത്തരത്തിലുള്ള വായ സംബന്ധിച്ചുള്ള ഏത് തരം ഇൻഫെക്ഷൻ ആണെങ്കിലും നിങ്ങളൊരു ദന്തിസ്റ്റിനെ കണ്ട് ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ആ വായനാറ്റം മാറിക്കോളും. അതുപോലെ തന്നെ ഇനി രണ്ടാമത് വരുന്നൊരു കാരണം വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് ദഹനക്കേടുകൾ ഉണ്ടാകുക, ചില പ്രത്യേകതരം ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഈ വായനാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദഹനക്കേടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകൾ കഴിക്കുകയും അതിന് വേണ്ട തരത്തിലുള്ള ശ്രദ്ധകൾ എടുക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച വായനാറ്റം മാറിക്കോളും. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു കാരണം അത് മൂക്കിൻ്റെ പ്രശ്നമാണ്. സാധാരണ രീതിയിൽ ചില ആളുകൾക്കെങ്കിലും മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, ഈ മൂക്കടപ്പുള്ളവർ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ മൂക്കടഞ്ഞിരിക്കുന്നതിനാൽ വാ തുറന്നിരിക്കുമ്പോൾ വാ ഡ്രൈ ആവുകയും, അതായത് വായിലെ ആ സലൈവ ഡ്രൈ ആയ ശേഷം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിൽ നിന്ന് സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ മൂക്കടപ്പ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മൂക്കടപ്പിന് ധാരാളം കാരണങ്ങളുണ്ട്. ചിലപ്പോൾ കഫക്കെട്ടാകാം, ചിലപ്പോൾ നെയ്സൽ പോളിപ്പ് എന്ന് പറയുന്ന മൂക്കിലെ ദശവളർച്ചയാകാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഡീവിയേറ്റഡ് സെപ്റ്റം എന്ന് പറയുന്ന പ്രശ്നമാകാം, അല്ലെങ്കിൽ സൈനസൈറ്റിസ് പ്രോബ്ലം ആകാം. ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ കൊണ്ട് മൂക്കടപ്പ് വരാറുണ്ട്. അപ്പോൾ ഈ കാരണം എന്താണ്, അതായത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് മൂക്കടപ്പ് ഉണ്ടാകുന്നത്, നമ്മൾ ഉറങ്ങുമ്പോൾ വാ തുറന്നാണോ ഉറങ്ങുന്നത്, ഇത്തരം കാരണങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള വായ്നാറ്റവും മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വായ്നാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ വായ്നാറ്റത്തിന് എൻ്റെ കാരണം കണ്ടെത്തിയാണ് ചികിത്സിക്കേണ്ടത്. അല്ല വായ്നാറ്റം എന്നുള്ള ആ ഒരു പ്രശ്നത്തിന് വേണ്ട ടിപ്സ് എന്തെങ്കിലും ചെയ്തിട്ട് അത് മാറ്റാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു ഗുണകരമായ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല.